ഇന്നലൊരു കാര്യം പറയട്ടെ, ചേട്ടൻ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ചേട്ടന്റെ സുഹൃത്തിന് അച്ഛനെ സഹായിച്ചത്, ഒരു ജീവൻ തന്നെ പകർത്തു കൊടുത്തതാണ്. പക്ഷേ എന്തോ നിർഭാഗ്യം, ഡോക്ടർമാരുടെ കൈപ്പിഴവോ എന്തോ സംഭവിച്ചു ഇങ്ങനായി അല്ലേ? എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ കാരുണ്യം കൊണ്ട് കൂടി സംഭവിച്ചാണെന്ന് പറയേണ്ടി വരും, മറ്റൊന്നുമല്ല. അതായത് കഴിഞ്ഞ 5 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ അച്ഛന് വേണ്ടിയിട്ട് ഈ ഒരു മനുഷ്യന്റെ ലിവർ പകുത്തു നൽകിയതാണ്. ആ ഒരു കാശൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, സ്നേഹം കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൂട്ടുകാരൻ അച്ഛന് വേണ്ടി ലിവർ പകുത്തു കൊടുത്തപ്പോൾ ആ സർജറിയിൽ സംഭവിച്ചു പോയ ഒരു ഗുരുതര പ്രശ്നമാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇന്നീ നിലയിലായത്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരൊരു അഭിമാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ്. ഇതൊരു മാധ്യമപ്രവർത്തകരാണ്, ചേച്ചിയൊക്കെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള പൊസിഷനിലിരുന്ന ആളുകളാണ്. പക്ഷെ ഈ ഒരു അനിയന്റെ അവസ്ഥ കാരണം എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ നിങ്ങളെ മുന്നിൽ കൈനീട്ടുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. ഈ ചേട്ടന് കഴിക്കാനായിട്ട് ആഹാരം വേണം, മറ്റൊന്നുമല്ല. കൂടുതൽ നമ്മൾ കഴിക്കുന്ന പോലത്തെ ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഈ മനുഷ്യന്. ഇദ്ദേഹത്തിന് വേണ്ടത് ഒരു പൗഡറാണ്. ഏത് പൗഡറാണ് ചേച്ചി? പെപ്റ്റാമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ പൗഡറും അതുപോലെ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് മാത്രമാണ് ഈ ഒരു മനുഷ്യന് കഴിക്കാൻ കഴിയൂ. അപ്പോൾ അതുപോലും മേടിച്ചു കൊടുക്കാനുള്ള നിവൃത്തി ഈ കുടുംബത്തിനില്ലാത്തത് കൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇവർ കൈനീട്ടുന്നത്. ലിവറാണ് ദാനം ചെയ്തത്. പക്ഷേ ലിവർ ദാനം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് നടത്തിയ സർജറിയുടെ പിഴവ് മൂലം ഈ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യന്റെ ജീവിതം തന്നെയാണ് ഇല്ലാതായി പോയത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണിത്. അന്നു മുതൽ ഈ ഒരു കിടപ്പാണ്. ചേട്ടന്റെ ചേച്ചി അല്ലെ? ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി നമസ്കാരം. 2020 എൻ്റെ ബ്രദർ അവന്റെ കൂട്ടുകാരന്റെ അച്ഛന് വേണ്ടി ലിവർ ഡൊണേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സമയത്തുള്ള സർജറിക്കുള്ള കോംപ്ലിക്കേഷൻ മൂലം സ്ട്രോക്ക് വന്നത്. ഇപ്പൊ 5 വർഷമായി ഒരേ കിടപ്പിലാണ് അത്. ചികിത്സ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഡോക്ടേഴ്സ് വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാൻ പാടില്ല, അപ്പൊ അത്രയും സൂക്ഷിച്ചാണ് പോകുന്നത്. ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയും നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് ഇത്രയും മോശമായ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. CT സ്കാൻ എടുത്ത് ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളുണ്ട്. ഫർദർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ചെയ്യുക. അതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാവുന്നത്. ഫിസിയോതെറാപ്പി ചെയ്ത് നമുക്ക് ഇനിയൊരു MRI സ്കാൻ എടുക്കണം. കൈ ഒന്ന് നേരെയാക്കിയിട്ട് ഒരു MRI സ്കാൻ എടുക്കണം. ബ്രെയിനിൽ അന്ന് ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ബ്രെയിനിൽ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു MRI എടുക്കാനായപ്പോൾ കൈ ഒന്നും ഇരിക്കുന്നതുകൊണ്ട് വിഷയത്തോട്ട് കയറിയില്ല. ഇനി ഒരു MRI എടുത്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇനി അതിനുള്ള ആണ് അടുത്ത പടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വരെ മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത പെപ്റ്റാമിൻ എന്ന് പറഞ്ഞൊരു പൊടിയാണ് കൊടുക്കുന്നത്. അതൊരു 6 ബോട്ടിൽ മേടിക്കുമ്പോൾ 9200 ആവും. നേരത്തെ 10 ആയിരുന്നു, ഇപ്പോൾ 9200 ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെപ്റ്റാമിൻ എന്ന് പറഞ്ഞ പൊടി ഒന്ന് സ്പോൺസർ ചെയ്ത് തരണമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ട്രീറ്റ്മെൻറ്റും വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയിലെ കൂടെയാണ് കടന്നു പോകുന്നത്. അവൻ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിലായും ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലായാല് കുടുംബക്കാരെ ഉപേക്ഷിക്കുകയാണ്, അനാഥാലയത്തിൽ അല്ലെങ്കിൽ സത്യരാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളൊരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരു സഹോദരൻ നിലയിൽ കൊടുക്കാൻ കഴിയുന്നത് അതിന് വലിയ കാര്യം. അതങ്ങനെയാണ്. കാരണം ഒരു നല്ല ഉപകാരമാണ് ചെയ്തത്. ഇപ്പൊ നമുക്ക് തന്നെയായിരുന്നാലും നമുക്ക് ഓരോ ദിവസവും പോകുന്ന അത്രയും ബുദ്ധിമുട്ടിലാണ്. അവനൊരു നന്മ ചെയ്തിട്ട് അവനും കഷ്ടപ്പെടുന്ന, അതിനോടൊപ്പം ഞങ്ങളും ഇങ്ങനെ കിടന്ന് വിഷമിക്കുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ ആർക്കും അത് ചിന്തിക്കാൻ ആ ഒരു അവസ്ഥ വന്നിട്ടുള്ളവർക്ക് അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെയാണ് ഒരു ദിവസം അതിനൊരു ആഹാരം കൊടുക്കാനെന്ന് പോലും ആയിരിക്കുന്നതിനല്ല. നമ്മളെല്ലാവരും നല്ല പൊസിഷൻ, നല്ല ജോലിയിലൊക്കെ ഇരുന്ന സിസ്റ്റർ ആയിരുന്നാലും ഞാനായിരുന്നാലും എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക്
ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് എപ്പോഴും രണ്ടുപേര് അവന് കൂടെ വേണം. ചരിച്ച് കിടത്താൻ എല്ലാത്തിനും ഒരാൾ രണ്ടുപേരും എപ്പോഴും ഉണ്ടാവണം. ഓരോ മണിക്കൂർ ഇടവിട്ട് ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, ജ്യൂസ് കൊടുക്കണം, പിന്നെ അതുപോലെ തുടയ്ക്കണം. അപ്പോൾ നമുക്കൊക്കെ ഒരു അവനെ എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊണ്ട് വരാനാണ് നമ്മൾ നോക്കുന്നത്. ഒരു നന്മ ചെയ്ത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അവന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും റെഡിയാക്കി അവനെ എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊണ്ടുവരണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി ക്രിസ്ത്യൻ പള്ളിയുടെ ബാക്കിലെ പ്രശാന്ത് നഗറിലാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ ദയവ് ചെയ്ത് ആ പൊടി, ആ കഴിക്കാനുള്ള ആഹാരത്തിന് പകരമുള്ള പൊടിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലോ സ്ക്രീൻ QR കോഡിലോ പൈസ അയച്ചു കൊടുത്ത് ഈ പാവങ്ങളെ ഒന്ന് സഹായിക്കണം. ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് മറ്റൊരു മനുഷ്യനെ സഹായിച്ചപ്പോൾ സംഭവിച്ചു പോയ ഒരു ഗുരുതര പ്രശ്നമാണ്. ദയവ് ചെയ്ത് ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ഒരു മനുഷ്യന് ആഹാരത്തിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു എമൗണ്ട്, നിങ്ങളെ കൊണ്ടാവുന്ന ഒരു എമൗണ്ട് അയച്ചു കൊടുത്ത് ഈ കുടുംബത്തെ, ഈ ഒരു മനുഷ്യനെ ഒന്ന് സഹായിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.